ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സ്റ്റാൻഡേർഡിലെ EVSലെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മക്കളെ, നമ്മുടെ ലാസ്റ്റ് എക്സാം EVS ആണല്ലേ. EVSന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ ആ ക്വസ്റ്റ്യനോടനുബന്ധിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠഭാഗത്തു നിന്ന് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. എന്തൊക്കെയാണ് മക്കളെ നിർദ്ദേശങ്ങള്? ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കാം, ഉത്തരങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ആസൂത്രണം ചെയ്യാം. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിലുള്ള സബ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എഴുതണം. ഇന്റേണൽ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസിൽ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അതിന്റെ കൂടെ അതിന്റെ സബ് ക്വസ്റ്റ്യൻസും കൂടെ എഴുതാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആക്ടിവിറ്റി 1A. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. Vinu and friends are preparing a magazine on different types of plants. Color the bubbles inside the picture based on their habitat. Use red color for xerophytes and blue color for aquatic plants. പ്രവർത്തനം 1. സസ്യങ്ങൾ പലവിധം. വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. മരരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ മക്കളെ? താഴെ കുറച്ച് സസ്യങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനകത്ത് സെറോഫൈറ്റ്സും അക്വാട്ടിക് പ്ലാന്റ്സും അഥവാ മരരൂഹങ്ങളും ജലസസ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ മരരൂഹങ്ങൾക്ക് അഥവാ സെറോഫൈറ്റ്സിന് റെഡ് കളറും അതിന്റെ താഴെയുള്ള ആ ബബിൾസ് ഇല്ലേ, അതിവിടെ റെഡ് കളറും, അതുപോലെ ജലത്തില് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ ഉണ്ടാവുന്ന സസ്യങ്ങള്, അങ്ങനെയുള്ള സസ്യങ്ങൾക്ക് ബ്ലൂ കളറുമാണ് കൊടുക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ കളർ കൊടുക്കുക? ഫസ്റ്റ് പിക്ചർ നോക്കിയേ മക്കളെ. അത് ഏത് തരം സസ്യാണ്? അതെവിടെയാ ഉണ്ടാവുക? മരുഭൂമിയിലല്ലേ. ആ സസ്യം ഒരു തരം കള്ളിച്ചെടിയാണ്. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ മരുരൂഹങ്ങൾ അഥവാ സെറോഫൈറ്റ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഏത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണ്ടേ? ദെൻ സെക്കൻഡ് പിക്ചർ ഒരു താമരച്ചെടിയാണ് അല്ലേ, ലോട്ടസ്. അതെവിടെയാ ഉണ്ടാവുക? വെള്ളത്തിലല്ലേ. അപ്പൊ അതൊരു അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അവിടെ നമ്മൾ ഏത് കളർ കൊടുക്കണം? ബ്ലൂ കളർ കൊടുക്കണം. ദെൻ തേർഡ് പിക്ചർ നോക്കിയേ, അഗ്വേവ് ആണല്ലേ, മരുഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പൊ നമ്മളത് സെറോഫൈറ്റ്സ് ആണ്, മരുരൂഹങ്ങളാണ്. അവിടെ നമ്മൾ റെഡ് കളർ കൊടുക്കണം. ദെൻ ഫോർത്ത് പിക്ചർ നോക്കിയേ, ആമ്പലാണ് അല്ലേ. ആമ്പൽ എവിടെയാ ഉണ്ടാവുക? വെള്ളത്തിലല്ലേ, അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ഏത് കളർ കൊടുക്കണം? നമ്മൾ ബ്ലൂ കളർ കൊടുക്കണം. ദെൻ ഫിഫ്ത്ത് പിക്ചറും മരുഭൂമിയിൽ ഉണ്ടാവുന്ന സസ്യമാണ്, മരുരൂഹമാണ്, സെറോഫൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഏത് കളർ കൊടുക്കണം? റെഡ് കളർ. ലാസ്റ്റ് പിക്ചർ നോക്കിയേ, കുളവായ അഥവാ വാട്ടർ ഹയാസിത്ത് എന്ന് പറയുന്ന സസ്യാണത്. എവിടെയാണ് ഉണ്ടാവുക? വെള്ളത്തിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിന് ഏത് കളർ കൊടുക്കണം? അക്വാട്ടിക് പ്ലാന്റ്സിന് ബ്ലൂ കളറാണ്, ബ്ലൂ കൊടുക്കണം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് സെറോഫൈറ്റ്സ് അഥവാ മരുരൂഹങ്ങൾ എന്താണെന്ന് നോക്കാം. അതുമായി കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ നമ്മൾ നോക്കിയത്. ഫസ്റ്റ് പോയിന്റ്, പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട്. മരുഭൂമിയിലെ സസ്യങ്ങൾ. മരുഭൂമിയിലെ സസ്യങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? സെറോഫൈറ്റ്സ് അഥവാ മരുരൂഹങ്ങൾ എന്ന് പറയുന്നത്. These plants have no leaves or small leaves or thorns. ഈ സസ്യങ്ങൾ ഇലയില്ലാതെയോ ചെറിയ ഇലകളുള്ളതോ മുള്ളുള്ളതോ ആകാം. Their stems are thick and green. ഇതിന്റെ തണ്ടുകള് കനമുള്ളതും പച്ച നിറത്തിലുമാണ്. It can store water. ഇതിന് ജലം സംഭരിക്കാനുള്ള കഴിവുണ്ട്. Have a waxy coating. മെഴുകു പോലുള്ള ഒരു ആവരണമുണ്ട്. വാക്സി കോട്ടിംഗ് പ്രിവെന്റ് വാട്ടർ ലോസ്. മെഴുകു പോലുള്ള ഈ ആവരണം ജലനഷ്ടം തടയുന്നു. ദ ഡീപ്പ് റൂട്ട് അബ്സോർബ് വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത്. ഇവയുടെ വേരുകൾ മണ്ണിലേക്ക് താഴ്ന്നു ഇറങ്ങുന്നത് കൊണ്ട് വളരെ ആഴത്തിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു. അപ്പൊ മക്കളെ, ഇതൊക്കെയാണ് സെറോഫൈറ്റ്സിന്റെ ഫീച്ചേഴ്സ്, മരുരൂഹങ്ങളുടെ പ്രത്യേകതകൾ. അപ്പൊ ഇതിൽ നിന്ന് ഒരു 2-3 നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. Next question. Fishes have a body shape suitable for moving in water.
From the terms given below, select the correct option related to movement of fish in water. മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണുള്ളത്. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിന്ന്. മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്. ദെൻ ഗിൽ, കളർ, അതിന്റെ ചെകിളപ്പൂക്കളും നിറങ്ങളും. ദെൻ സി വാട്ടർ, റിവർ വാട്ടർ, അതുപോലെ കടൽ വെള്ളം, പുഴവെള്ളം. സ്ലിപ്പറി ബോഡി ആൻഡ് ഫിൻസ്, വഴുവഴുപ്പുള്ള ശരീരവും ചിറകുകളും. അപ്പൊ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക, മത്സ്യത്തിന് വെള്ളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഷേപ്പ് ഓഫ് ഫിഷ് ആണ് അല്ലെ. എന്താണ്? മത്സ്യത്തിന്റെ ആകൃതി ഉണ്ട്. ദെൻ അതിന് വാല് വേണം, ടെയില്, ഫിന്ന്, വാലും ചിറകുകളൊക്കെ. അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. ദെൻ പിന്നെ അതിൽ യോജിച്ച് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? സ്ലിപ്പറി ബോഡി ആൻഡ് ഫിൻസ്, വഴുവഴുപ്പുള്ള ശരീരവും ചിറകുകളും വെള്ളത്തിലെ മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു, ആദ്യത്തതും ഷേപ്പ് ഓഫ് ഫിഷും ടെയിൽ ആൻഡ് ഫിന്നും അതുപോലെ സ്ലിപ്പറി ബോഡി ആൻഡ് ഫിൻസും ആണ് ഇതിനോട് യോജിച്ചു വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പൊ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഫിഷ് ലിവ് ഇൻ വാട്ടർ. മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള അതിന്റെ പ്രത്യേകതകൾ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകള്? ഫസ്റ്റ് വൺ, ദ ബോഡി ഷേപ്പ്, ഫിൻസ്, tail, fin, arrangement of scales and slippery nature of the fish help them move through the water. എന്തൊക്കെയാണ് പറയുന്നത്? ബോഡി ഷേപ്പ് അല്ലേ. ഇങ്ങനെയുള്ള ബോഡി ഷേപ്പ് ആണ്. ബോട്ട് ലൈക്ക് ആണ്, തോണി പോലുള്ള. അതുപോലെ സ്ലിപ്പറി നേച്ചർ ആയിട്ടുള്ള വഴുവഴുപ്പുള്ള ശരീരമാണ്. അതാണൊന്ന് ബോഡി ഷേപ്പ്. മറ്റൊന്ന് ഫിൻസ്, ചിറകുകള്. ടെയിൽ, വാല്. അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ്, അതായത് ചിതമ്പലുകളുടെ അറേഞ്ച്മെന്റ്, ക്രമീകരണം. ആൻഡ് സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ്, വഴുവഴുപ്പുള്ള അതിന്റെ ശരീരമൊക്കെയാണ് അതിനെ വെള്ളത്തിലൂടെ നീന്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ദെൻ ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്, ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ അതിന്റെ ശ്വസനവും സാധ്യമാകുന്നു. അപ്പൊ ഈ ഒരു ഭാഗം പഠിച്ചു വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒറ്റപ്പെട്ട് അഥവാ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ, ഫോറസ്റ്റ്. ഓപ്ഷൻ ബി, പോണ്ട്. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഡെസേർട്ട്. അപ്പൊ മക്കളെ, എന്താണ് ആരാണ് ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ഫോറസ്റ്റ്, അതുപോലെ സി, ഡെസേർട്ട്. കാടും സമുദ്രവും മരുഭൂമിയെല്ലാം വലിയ ആവാസ വ്യവസ്ഥയാണ് അല്ലെ. അതിൽ ഏറ്റവും ചെറുത് വരുന്നത് ഏതാണ്? പോണ്ടാണ് അല്ലെ. അപ്പൊ ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ ബി, പോണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗാനിസം ആൻഡ് സർവൈവൽ, ജീവികളും അതിജീവനവും. ഡിഫറെന്റ് ഓർഗാനിസംസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ദം ടു സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെന്റ്. Note down the features of the following animals that enable them to live in their specific environment. വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക. അപ്പൊ ഏതെല്ലാമാണ് മക്കളെ അവിടെ കൊടുത്തിട്ടുള്ളത്? ക്യാമലും ഫിഷും ആണ് അല്ലെ. ഒട്ടകത്തിനെയും ഫിഷിനെയും കൊടുത്തിട്ടുണ്ട്. ഫിഷിന്റെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അത് അതുപോലെ കൊടുക്കുക. ഒട്ടകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ? എന്തൊക്കെയാണ് ഒട്ടകത്തിന്റെ അഡാപ്റ്റേഷൻസ്? എബിലിറ്റി ടു സ്റ്റോർ ഫാറ്റ് ഇൻ ഹംസ്, മുതുകിലെ മുഴയിൽ കൊഴുപ്പ് സംഭരിക്കാനുള്ള കഴിവ്. ഒട്ടകത്തിന്റെ മുതുകിന്റെ മുഴയില് നമ്മൾ കൊഴുപ്പ് സംഭരിച്ചു വെക്കും. ഭക്ഷണവും വെള്ളവും കിട്ടാത്ത ഒരു സാഹചര്യത്തില് മുതുകിലെ ഈ കൊഴുപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, എബിലിറ്റി ടു സ്റ്റോർ ഫാറ്റ് ഇൻ ഹംബ്. ദെൻ സെക്കൻഡ്, റെഡ്യൂസ്ഡ് സ്വെറ്റിംഗ് എന്ന് വെച്ചാല് കുറഞ്ഞ വിയർപ്പ്, അവരധികം വിയർത്തിട്ടൊന്നും ജലാംശം നഷ്ടപ്പെടൂല. ദെൻ തേർഡ്, തിക്ക് ഫർ, എങ്ങനെയുള്ളതാണ്? കട്ടിയുള്ള രോമമാണ്. ദെൻ ലോങ് ലെഗ്, അതുപോലെ നീണ്ട കാലുകളാണ്. ദെൻ വൈഡ് ആൻഡ് പാഡഡ് ഫീറ്റ്, വീതിയുള്ളതും പരന്നതുമായ പാദങ്ങളാണ്. ഇങ്ങനെയുള്ള പാദങ്ങൾ അവർക്ക് മണലിൽ ഇങ്ങനെ താഴുന്നത് തടയുന്നു. അവർ നടന്നു പോകുന്ന സമയത്ത് മണലിൽ കാല് താഴ്ന്നു പോകുന്നതിനെ തടയുന്നു. ദെൻ നെക്സ്റ്റ്,
ടഫ് മൗത്ത് ലൈനിങ് എന്ന് വെച്ചാല് കടുപ്പമുള്ള വായ്പാളിയാണ് അതിനുള്ളത്. ഒട്ടകങ്ങളുടെ വായില് ഒരു കടുപ്പുള്ള ആവരണം ഉണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള കടുപ്പുള്ള പാളി? മരുഭൂമിയിലെ സസ്യങ്ങളെ, മുള്ളുള്ള മരുഭൂമിയിലെ സസ്യങ്ങളെ പരിക്കേൽക്കാതെ അരിഞ്ഞ് കഴിക്കാൻ ഈ പാളികൾ ഉള്ളത് കൊണ്ട്. അപ്പൊ മക്കളെ, ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അഡാപ്റ്റേഷൻസ് ഓഫ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഫ്രോഗ്, അതുപോലെ പെൻഗിന്, കങ്കാരു റാറ്റ്, ഇങ്ങനെയുള്ള ജീവികളുടേതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാട്ടോ. എല്ലാത്തിനും ഒരു 2-3 പോയിന്റ്സ് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ മക്കളെ, നമ്മുടെ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്ത കുറെ കൂട്ടുകാരുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ കൂട്ടുകാരുടെ പേരുകൾ കമന്റായി അറിയിച്ചിട്ടുണ്ട്. അൻഫ മോള്, ഹിയ മോള്, മിന മോള്, മെഹ്റ മോള്, ഷിഫ്ന മോള്, അതുൽ കൃഷ്ണ, ഹിബ ഫാത്തിമ, അതുപോലെ അക്ഷര മോള്, സീന, ഹംദ മോള്, അഫ്ഷിൻ മുഹമ്മദ്, അഫ്ഷിൻ മോന്, ഫാത്തിമ മോള്, അഫാന മോള്, അതുപോലെ അസ്രത്ത് മോള്, ഇങ്ങനെയുള്ള റിഫ മോള്, എല്ലാവരും പേര് കമന്റായി അറിയിച്ചിട്ടുണ്ട്. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. ക്ലാസ് കേൾക്കുന്ന മക്കൾ ആരൊക്കെയാന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. മക്കളെ, എക്സാം ഇങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ കഴിഞ്ഞ എക്സാം ഒക്കെ? കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണേ. Question B. Observe the situations in the following picture. From the list out the harmful effect of demolition of hills and reclamation of paddy fields. എന്താ മക്കളെ പറയുന്നേ? താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളെ നിരീക്ഷിക്കൂ. കുന്നുകളെ ഇടിച്ചു നിരത്തുന്നുണ്ട്, അതുപോലെ നെൽവയലുകളെ മണ്ണിട്ട് നിരപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മക്കളെ അതുകൊണ്ടുള്ള ദോഷങ്ങൾ? ഫസ്റ്റ് വൺ, ലോസിംഗ് ഹാബിറ്റേറ്റ് ഫോർ മെനി ആനിമൽസ്. നിരവധി മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. അപ്പൊ കുന്നൊക്കെ ഇടിച്ചു കഴിഞ്ഞാല് അവരുടെ താമസം, അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടും. സെക്കൻഡ് വൺ, ഡിസപ്പിയറൻസ് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളെല്ലാം നശിച്ചു പോകും അല്ലെ. ദെൻ തേർഡ് വൺ, ഷോർട്ടേജ് ഓഫ് വാട്ടർ. ജലക്ഷാമത്തിന് കാരണമാവുന്നു. അതായത് കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തി കഴിഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാന്, മണ്ണിന് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള ജലക്ഷാമം നമ്മൾ നേരിടേണ്ടി വരും. ഫോർത്ത് വൺ, കോസസ് ഓഫ് വാർമിംഗ്. ചൂട് കൂടാൻ കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ മക്കളെ. വയൽ നികത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാവുക? ഡിസ്ട്രോയ്സ് ഹാബിറ്റേറ്റ് ഓഫ് മെനി ഓർഗാനിസംസ്. നിരവധി ജീവജാലങ്ങൾക്ക് ആവാസം നഷ്ടപ്പെടുന്നു. ദെൻ ലോസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. കൃഷിഭൂമിയെ നഷ്ടപ്പെടുന്നു. ദെൻ ഫുഡ് സ്കേഴ്സിറ്റി. ഭക്ഷ്യക്ഷാമം. വയലുകളെല്ലാം നികത്തി കഴിഞ്ഞാല് കൃഷിയിടങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ കാലക്രമേണ നമുക്ക് ഭക്ഷ്യക്ഷാമം നേരിടും. അപ്പം ഇത്തരത്തിലുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ, സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ? വൈവിധ്യത്തെ ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ. ദെൻ ഓപ്ഷൻ ബി, പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. Then option C, an ecosystem is a combination of living and non-living components. ആവാസ വ്യവസ്ഥ വിവിധ ജീവിയ അജീവീയ ഘടകങ്ങളുടെ സംയോജനമാണ്. ഓപ്ഷൻ ഡി, there are natural and man-made ecosystems. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകളുണ്ട്. ഇപ്പൊ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള, എങ്ങനെ സ്യൂട്ടായിട്ടുള്ള, അതായത് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം എന്നാ പറഞ്ഞേ. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ലോഗൻ അഥവാ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ ബി, പ്രൊട്ടക്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, സംരക്ഷിക്കുക തന്നെ. പ്രൊട്ടക്ട് ദി എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ദ ലൈഫ് ഓൺ എർത്ത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം.
മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. എന്താ മക്കളെ ഫസ്റ്റ് കോളത്തിൽ എഴുതിയിട്ടുള്ളത്? റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ. അതിന്റെ താഴെ തന്നിട്ടുണ്ട് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അഥവാ അമിത കീടനാശിനി പ്രയോഗം. എന്താണ് സെക്കൻഡ് കോളത്തിലെ? ഓർഗാനിസംസ് അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം ബാധിക്കുന്ന ജീവികൾ. അവിടെ കോളത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്? എർത്ത് വേം, മണ്ണിര അല്ലെ. അതായത് അമിതമായ കീടനാശിനി പ്രയോഗം മൂലം മണ്ണിരകള് നശിക്കപ്പെടും. എന്താണ് മക്കളെ തേർഡ് കോളത്തിലെ? കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. അതായത് മണ്ണ് മലിനമാവുന്ന സന്ദർഭങ്ങൾ മൂലം, നമ്മൾ ചെയ്യുന്ന പല കാരണങ്ങൾ മൂലം ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെല്ലാം കേടുപാടുകളാണ്, അതിനോടുണ്ടാവുന്ന പ്രത്യാഘാതം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അമിതമായ കീടനാശിനി പ്രയോഗമാണ് ഒരു സന്ദർഭം. അത് ബാധിക്കുന്നത് എർത്ത് വേം, മണ്ണിരയാണ്. അങ്ങനെയെങ്കിൽ അത് മൂലം ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്താണ്? വിവിധ തരത്തിലുള്ള ജീവികൾ ഇല്ലാതാവുന്നുണ്ട്. അതായത് അമിതമായ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള ജീവികളും നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ മക്കളെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്താ എഴുതുക? റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷനിലെ അവിടെ ഒരെണ്ണം തന്നത് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ദെൻ പ്ലാസ്റ്റിക് വേസ്റ്റ് അക്യുമുലേറ്റഡ് ഇൻ ദ സോയിൽ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡംപിംഗ്, ദെൻ ലീക്കേജ് ഓഫ് ടോക്സിക് കെമിക്കൽസ് ഫ്രം മൈനിങ്. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അമിതമായ കീടനാശിനി പ്രയോഗം. പ്ലാസ്റ്റിക് വേസ്റ്റ് അക്യുമുലേറ്റഡ് ഇൻ ദ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മണ്ണ് മലിനമാക്കുന്നു. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്. ദെൻ ലാസ്റ്റ് വൺ ലീക്കേജ് ഓഫ് ടോക്സിക് കെമിക്കൽസ് ഫ്രം ദ മൈനിങ് എന്ന് പറഞ്ഞാലോ? മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഖനനം. അപ്പൊ ഖനനം വഴി പുറന്തള്ളുന്നമായിട്ടുള്ള രാസവസ്തുക്കൾ. സെക്കൻഡ് കോളം എന്താ മക്കളെ? ഓർഗാനിസം അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം ബാധിക്കുന്ന ജീവികളിലെ എർത്ത് വേം, മണ്ണിര അവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെല്ലാം കൊടുക്കും? ബാക്ടീരിയ, ഇൻസെക്ട്സ്, പ്ലാന്റ്സ്, ഹ്യൂമൻസ്, ഇതെല്ലാം നമുക്കവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ബാക്ടീരിയയും ഇൻസെക്ട്സ്, ചെറിയ പ്രാണികള്, സസ്യങ്ങള്, മനുഷ്യര്, എല്ലാ ജീവജാലങ്ങളെയും മണ്ണ് മലിനീകരണം അഥവാ സോയിൽ പൊല്യൂഷന് ബാധിക്കുന്നതാണ്. തേർഡ് കോളത്തിലോ മക്കളെ? കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളാണ് എഴുതാൻ പറഞ്ഞത് അല്ലെ. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റിങ്ഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ്. നെക്സ്റ്റ് എന്ത് എഴുതാം? ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, ദെൻ ഡിസ്ട്രപ്ഷൻ ഓഫ് ഫുഡ് ചെയിൻ, കണ്ടമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു. ദെൻ ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മണ്ണിന്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്നു. ഡിസ്ട്രപ്ഷൻ ഓഫ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാല് ആഹാര ശൃംഖലയില് തടസ്സം നേരിടുന്നു. കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാല് ഭൂഗർഭജലമെല്ലാം മലിനമാവുന്നു. ക്വസ്റ്റ്യൻ ബി, എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഏത് തരത്തിലുള്ള പൊല്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പൊ ഫസ്റ്റ് പിക്ചർ നോക്കിയ മക്കളെ. ഫസ്റ്റ് പിക്ചർ എന്താ ചെയ്യുന്നത്? ഫാക്ടറികളിൽ നിന്നുള്ള പുകപടലൊക്കെ എന്ത് ചെയ്യാണ്? അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് അല്ലെ. അപ്പൊ അവിടെ ഏത് തരത്തിലുള്ള പൊല്യൂഷൻ ആണ്? എയർ പൊല്യൂഷൻ ആണ്, വായു മലിനീകരണം. സെക്കൻഡ് പിക്ചർ നോക്കിക്കേ. എന്താ മക്കളെ കാണുന്നത്? ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം പുഴ പോലുള്ള നമ്മുടെ സ്രോതസ്സുകളിലേക്ക്, ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കി വിടുകയാണ് അല്ലെ. അപ്പൊ അത് ഏത് തരത്തിലുള്ള മലിനീകരണമാണ്? വാട്ടർ പൊല്യൂഷൻ, ജല മലിനീകരണം. അപ്പൊ ഓക്കെ മക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എയ്ഡർ ഇൻഡിവിജ്വൽ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം, മലയാളം ലൈവ് ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ CBSE സ്റ്റുഡൻസിന് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസ് ക്ലിയർ അല്ലാത്ത മക്കൾക്ക് ബേസ് ക്ലിയർ ചെയ്യുന്ന ബേസ് കോഴ്സുകളും, അതുപോലെ അത്യാവശ്യം ബേസ് അറിയാവുന്ന മക്കൾക്ക് സ്വന്തമായി സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അഡ്വാൻസ് ലെവൽ, ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിൽ, മാത്സിൽ, അങ്ങനെ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, EVSന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ട് വീണ്ടും വരാം.